നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് നിന്ന് വന്ന ഒരു കുട്ടിയാണ്. അവതരിപ്പിക്കാൻ പോകുന്നത് എന്താന്ന് അവളോട് തന്നെ നമുക്ക് ചോദിക്കാം. ആദ്യം പേര് പറഞ്ഞോ. ഖദീജ സഫ, SDPHS ധർമ്മതടുക്ക. ഏതായിട്ടാണ് അവതരിപ്പിക്കുന്നത്? കന്നഡ പ്രസംഗം. കന്നഡ പ്രസംഗം നമുക്കറിയാം ഒരു വേറിട്ടൊരായിട്ടാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് അത് അത്ര വേറിട്ടതായിരിക്കില്ല, കാരണം ഇവർക്ക് സുപരിചിതമായ ഭാഷയാണ് കന്നഡ എന്ന് പറയുന്നത്. എന്തായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കന്നഡ പ്രസംഗത്തിന്റെ വിഷയം? ಶಿಕ್ಷಣ ಮತ್ತು ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನ. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ പറഞ്ഞു തരുമോ? വിദ്യാഭ്യാസവും മോഡേൺ ടെക്നോളജിയും. ഓക്കെ, അപ്പം സമകാലികമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു സ്കൂൾ കലോത്സവ വേദിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കൈരളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാം. ಮಾನ್ಯ ಪರೀಕ್ಷಕರಿಗೂ ನಿರೀಕ್ಷಕರಿಗೂ ನನ್ನ ಮೊದಲ ಪ್ರಣಾಮಗಳು. ಈ ರಾಜ್ಯ ಮಟ್ಟದ ಕಲೋತ್ಸವದ ಸುಸಂದರ್ಭದಲ್ಲಿ ಶಿಕ್ಷಣ ಮತ್ತು ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನ ಎಂಬ ವಿಷಯದ ಕುರಿತು ಒಂದೆರಡು ಮಾತುಗಳನ್ನಾಡಲು ಇಚ್ಛಿಸುತ್ತೇನೆ. ಜನನಿ ಜನ್ಮಭೂಮಿಶ್ಚ ಸ್ವರ್ಗಾದಪಿ ಗರಿಯಸಿ. ಜನ್ಮ ಕೊಟ್ಟ ತಾಯಿ ಹಾಗೂ ಜನಿಸಿದ ಭೂಮಿ ಸ್ವರ್ಗಕ್ಕೆ ಸಮಾನ. ಹೀಗಿರುವಾಗ ಈ ತಾಂತ್ರಿಕ ಯುಗದಲ್ಲಿ ಶಿಕ್ಷಣ ಮತ್ತು ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನ ಎಂಬ ಎರಡೂ ಕ್ಷೇತ್ರಗಳು ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸುತ್ತದೆ. ಶಿಕ್ಷಣ ಎಂದರೆ ನಾವು ಒಂದು ಹೊಸ ವಿಷಯದ ಬಗ್ಗೆ ಕಲಿಯುವ ಅಥವಾ ಮಾಹಿತಿಯ ಕಲಿಕೆಯಾಗಿದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ತಂತ್ರಜ್ಞಾನ ನಮಗೆ ಎಲ್ಲಿ ಬೇಕಾದರೂ ಕಾಣಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಇದೀಗಲೇ ಇಲ್ಲೇ ತಂತ್ರಜ್ಞಾನವನ್ನು ನಾವು ಬಳಸುತ್ತಿದ್ದೇವೆ. ಈ ವಿದ್ಯಾಭ್ಯಾಸ ಕ್ಷೇತ್ರದ ಕಲೋತ್ಸವದ ಸುಸಂದರ್ಭದಲ್ಲಿ ಹೀಗೆ ಹಲವಾರು ಚಾನೆಲ್ನವರು ನಮ್ಮೊಟ್ಟಿಗೆ ಇರುತ್ತಾರೆ. ಹೀಗೆ ITED ಸ್ಕೂಲ್, ಲಿಟಲ್ ಕೈಟ್ಸ್ ಮೊದಲಾದ ಯೋಜನೆಗಳು ನಮ್ಮ ಈ ಶಿಕ್ಷಣ ಮತ್ತು ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನಕ್ಕೆ ಒಂದು ಉದಾಹರಣೆಯಾಗಿದೆ. ധന്യവാദಗಳು. അപ്പോൾ സമകാലിക വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ താരമായിരിക്കുകയാണ്. റിസൾട്ട് അറിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് റിസൾട്ട്? എ ഗ്രേഡ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ആയതുകൊണ്ട് കാസർഗോഡ് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും എ ഗ്രേഡോട് കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും കാസർഗോഡേക്ക് തിരിച്ച് മടങ്ങുന്നത് അല്ലേ? അതെ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പങ്കെടുക്കുക, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. അതെ.